കൊണ്ണിയൂർ CSI സഭയുടെ പുതിയ ദേവാലയത്തിന്റെ പ്രതിഷ്ഠയും 112ാമത് സഭാ ദിനാഘോഷത്തിന്റെയും ഭാഗമായി ക്രിസ്തുമസ് റാലിയും സാംസ്കാരിക പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. കുന്നിയൂർ പ്രദേശത്തുള്ള രാഷ്ട്രീയ മതസഭാ പ്രതിനിധികൾ പങ്കെടുക്കുന്ന പ്രസ്തുത സമ്മേളനം 5 വികലാംഗർക്ക് വീൽചെയർ നൽകിക്കൊണ്ട് അഡ്വക്കേറ്റ് G. സ്റ്റീഫൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ബിൽഡിംഗ് റിപ്പോർട്ട് S. സത്യദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് രാധിക ടീച്ചർ, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ഉഷ വിൻസെന്റ്, പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. സനിൽകുമാർ, കൊണ്ണിയൂർ ജമാഅത്ത് അധ്യക്ഷൻ ജാബിർ മൗലവി അൽ ബഖവി, കൊണ്ണിയൂർ ശ്രീഭദ്രകാളി ദേവി ക്ഷേത്ര ട്രസ്റ്റ് ഭരണസമിതി അംഗം ലാലു RS, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ചരിത്ര വിഭാഗം മേധാവി പ്രൊഫസർ റവറൻ ഡോക്ടർ പ്രീജിത് കുമാർ എന്നിവർ പങ്കെടുത്തു. ക്രിസ്മസ് ദിനമാണെങ്കിൽ ക്രൈസ്തവ സഭയുണ്ടെങ്കിൽ സഭയ്ക്ക് പള്ളി നിർമ്മിക്കേണ്ടതായി. അപ്പോൾ ക്രിസ്മസിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിക്കാണ് പ്രാധാന്യം. ലോക ചരിത്രത്തെ ഈ ഭൂമണ്ഡലം ഉണ്ടായി, ഈ സൗരയുഗം ഉണ്ടായി, ഇവിടെ ജീവന്റെ തുടിപ്പുണ്ടായി, അത് മുതൽ ഇതുവരെയുള്ള മനുഷ്യന്റെ ചരിത്രത്തിൽ ലോക ചരിത്രത്തെ രണ്ടായി വിഭജിച്ച മഹത്തായ വ്യക്തിത്വമാണ് യേശുക്രിസ്തുവിന് മുമ്പ്, യേശുക്രിസ്തുവിന് ശേഷം. അങ്ങനെ 2 കാലഘട്ടമേ. ഇനിയൊരു കാലഘട്ടം അങ്ങനെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതിനെല്ലാം അവസാനം വരുന്നതാണല്ലോ. ബൈബിൾ പറയുന്നത് അങ്ങനെയാണ്, ശാസ്ത്രം പറയുന്നത് അങ്ങനെയാണ്. ഈ ഭൂമിയിലുള്ള സൗരയുഗവും ഈ ഗാലക്സി എല്ലാം നശിക്കും. പക്ഷെ അതിനെ സംബന്ധിച്ചുള്ള ഗവേഷണങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നശിക്കപ്പെടും. യേശുക്രിസ്തുവിന്റെ 2ാം വരവ് എന്താണെന്ന് സംബന്ധിച്ച് ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ എന്താണ് കൃത്യമായി നിർവഹിച്ചു പറയാൻ കഴിയില്ല.